മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. നമസ്കാരം. കാഞ്ചീരവം റേഡിയോയ്ക്കൊപ്പം സൈക്കോളജിസ്റ്റ് ഗ്രീഷ്മ. ഇന്ന് നമുക്ക് വന്നിട്ടുള്ള കത്ത് കൊല്ലത്ത് നിന്നാണ്. മീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയാണ് നമുക്ക് കത്ത് എഴുതിയിട്ടുള്ളത്. കത്തിലവർ പറഞ്ഞിട്ടുള്ളത് മീന ചേച്ചിയുടെ മോൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം പരീക്ഷ എടുക്കും തോറും അവന് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. പരീക്ഷയുടെ പേടി കാരണം അവന് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമ്മുടെ കത്തിലുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് ചേച്ചി ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു കത്തിൽ നമ്മളെല്ലാവരും പറയണത് പോലെ ഇപ്പോൾ ഒരു എക്സാം കാലഘട്ടമാണ്. അപ്പം നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്രയും കാലത്തെ പഠനത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് എക്സാം. അപ്പോൾ എങ്ങനെ ഒരു എക്സാമിനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു കത്തിൽ അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ, ഒരുപാട് മക്കൾ ഈ പറഞ്ഞ എക്സാമിനെ കാത്തിരിക്കുകയാണ്. അപ്പം മീന ചേച്ചിയുടെ അതേ ഡൗട്ട് ബാക്കി കുറേ പേർക്ക് ഇതേ ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മുടെ മക്കളുടെ പരീക്ഷാകാലം എങ്ങനെ നല്ല രീതിയിൽ മറികടക്കാമെന്നുള്ളതാണ്. അപ്പം പരീക്ഷ എന്ന് പറയുമ്പം നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷ പറഞ്ഞാൽ ഒരു പരീക്ഷ ചൂട് എന്ന് പറയാറുണ്ടല്ലേ നമ്മൾ. ഇപ്പോൾ പരീക്ഷ ചൂടെന്ന് പറയുന്ന പോലെ തന്നെ എപ്പോഴും കുട്ടികൾക്ക് ഒരു ഭയങ്കര സ്ട്രെസ്സ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി കൊടുക്കുന്ന ഒന്നാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പരിധി വരെ കുട്ടികളുടെ പരീക്ഷ ഉത്കണ്ഠ വളരെ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ളതാണ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതായിരിക്കും പിന്നുള്ള അവരുടെ ഒരു സംശയം. അതുപോലെ സ്വയം അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ അവരെ പരിപാലിക്കണം എന്നുള്ളതായിരിക്കും പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഉപരി എല്ലാം പഠിച്ച് സെറ്റായിട്ട് അവർ എക്സാമിന് പോയി കഴിഞ്ഞാൽ കൂടെ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് എന്നുള്ളതിലുപരി അവർക്ക് പരീക്ഷ എഴുതുന്ന സമയത്തുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് പരീക്ഷ പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ പരീക്ഷാ പേടിയാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. പരീക്ഷാ പേടി വരുമ്പോൾ തന്നെ അവർക്ക് ഒന്നും വേണ്ട രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പരീക്ഷ പേടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതലായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അവർക്ക് ശാരീരികപരമായിട്ട് നല്ല റെസ്റ്റ് എടുത്തിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ അവർക്ക് പഠിക്കാൻ പറ്റും. അതായത് നല്ല പോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക എന്നുള്ളത് മുന്നേ കൂട്ടി നോക്കി വെച്ചിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് കാരണം പരീക്ഷ എന്ന് പറയുന്നത് ആ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലുണ്ടാവുമ്പോൾ അപ്പോഴല്ല നമ്മൾ ഓടിപ്പടച്ച് പഠിക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ അതിനൊരു ടൈം ടേബിൾ വെച്ച്, അല്ലെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ചെയ്യേണ്ടതാണ് പരീക്ഷ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവുക എന്ന് പറയുമ്പോൾ. അപ്പോൾ നല്ലൊരു ഷെഡ്യൂൾ വെച്ച് പഠിക്കാം. അതുപോലെ തന്നെ ടീച്ചറോട് ഹെൽപ്പ് ചോദിച്ച് പഠിക്കാം. പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. പിന്നെ എപ്പോൾ പഠിക്കുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതിരിക്കുക, ചെറിയ ഗ്യാപ്പുകൾ എടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ ഇതിൽ ചേച്ചി ചോദിച്ചിട്ടുള്ളത് മറന്നു പോവുക, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കഥരൂപേണ പഠിക്കാൻ പറയാം. അതല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എളുപ്പമാവുന്ന കുഞ്ഞി ഷോർട്ട് സ്റ്റോറീസായിട്ട്, അല്ലെങ്കിൽ പാരഡി ഗാനങ്ങളായിട്ട്, പാട്ടുകളായിട്ട്, അതുപോലെ കുഞ്ഞു കോഡുകളായിട്ടൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ മറന്നു പോകുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡയഗ്രാംസ് വരച്ച് പഠിക്കാം. അതുപോലെ ഒന്നിനെ കണക്ട് ചെയ്തിട്ട് എഴുതി പഠിക്കാം. ഇങ്ങനത്തെ മെത്തേഡുകളൊക്കെ ചെറുതായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാം. ഒരുപാട് ഒച്ചയും ബഹളമൊന്നും ഉള്ള സ്ഥലം തിരഞ്ഞെടുക്കാതെ കുറച്ചും കൂടെ ഒരു നമുക്ക് നന്നായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എടുക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ തന്നെ കുട്ടിക്ക് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ളൊരു സ്ഥലം കൊടുക്കുക. പിന്നെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സബ്ജക്ട്സിനും ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കാൻ പറയുക. അപ്പോൾ അതാവുമ്പോൾ അല്ലെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ അതിലെന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് ഈസി ആയിട്ട് ആ ഒരു നോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ചിലപ്പോൾ കുറേ പാരഗ്രാഫ് വായിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ പഠിപ്പിക്കാം. പിന്നെ മാക്സിമം അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക, അവർ റിലാക്സ് ആയിട്ട് പഠിക്കട്ടെ. അവർക്ക് ഭയങ്കര സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ അവരോട് മാക്സിമം ബ്രേക്ക് എടുത്ത് പഠിക്കാൻ പറയുക. ഒരു ഹാഫ് ആൻ അവറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് ബ്രെയിനിന് റിലാക്സേഷൻ കൊടുത്തിട്ട് പഠിക്കാൻ പറയാം. പിന്നെ
എപ്പോഴും പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർ പഠിക്കുന്നത് അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക. ഇപ്പോൾ ഒരു കോഫി വേണമെങ്കിൽ കോഫി ഉണ്ടാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്ന് ചോദിച്ചിട്ട് കൂടെ നിൽക്കുക. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു സ്ട്രെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് വായിക്കാനും അല്ലെങ്കിൽ പഠിക്കാനും അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സപ്പോർട്ടാവും. പിന്നെ ഇതിലൊക്കെ ഉപരി ഈ സമയത്ത് പരീക്ഷ ടൈമിലായിക്കോട്ടെ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു മാസം മുന്നേ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. നന്നായിട്ട് ഇലക്കറികൾ പച്ചക്കറികളൊക്കെ കഴിക്കാൻ കൊടുക്കുക. മാക്സിമം ബിരിയാണി അതുപോലത്തെ ഭയങ്കര മെഴുക്കുള്ള ഭക്ഷണങ്ങൾ അതല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഫുഡൊക്കെ കുറച്ച് കാലത്തേക്ക് കൊടുക്കാതിരിക്കുക. സിമ്പിളായിട്ടുള്ള, അതായത് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഇലക്കറികളും അതുപോലെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് അങ്ങനത്തെ ഫുഡുകൾ കഴിക്കാൻ കൊടുക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയുക. ഇതൊക്കെയാണ് നമുക്ക് അവരുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കാൻ. അതായത് ആരോഗ്യപരമായിട്ട് ആ സമയത്ത് അവർ ഭയങ്കര വീക്കാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുക. പിന്നെ എപ്പോഴും അവരെ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ അവരെ പേടിപ്പിക്കുന്നത് രീതിയിൽ നമ്മൾ പെരുമാറാതിരിക്കുക പാരൻസ്. കാരണം പരീക്ഷയാണെന്നതിൽ മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ആ ഒരു രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുട്ടി എന്താണ് ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും പഠിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നീ മാക്സിമം പഠിക്കാൻ പറ്റുന്നത്ര പഠിക്കുക, എന്തായാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വാക്ക് മതിയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഈ പരീക്ഷ പേടികളൊക്കെ മാറ്റി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ അവരോട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പഠിക്കാൻ എളുപ്പത്തിന് കോഡുകൾ ഉണ്ടാക്കി പഠിക്കാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഓൺലൈനിൽ നിന്ന് ഷോർട്ട് നോട്ടുകളായിട്ട് എടുത്ത് പഠിക്കാൻ പറയുക. പിന്നെ എപ്പോഴും നമ്മുടെ കുട്ടീനെ പഠിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആക്കേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ആ ഒരു മോഡലിൽ അവരോട് ചെയ്ത് നോക്കിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് തന്നെ പഠിക്കാൻ പറയുക. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുക. പിന്നെ ഇതിലൊക്കെ ഉപരി നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതുമ്പോൾ ഒരു പക്ഷേ കുറേ പേർക്ക് നല്ല ടെൻഷൻ വരാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അവർക്ക് അറിയാം, ഈ പറഞ്ഞതുപോലെ ഏത് ഏരിയയിൽ നിന്നൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് ഓൾറെഡി ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് അവരോട് നന്നായിട്ട് പഠിക്കാൻ പറയുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പരീക്ഷയ്ക്ക് കയറുന്ന സമയത്ത് അതായത് പരീക്ഷയ്ക്ക് പോകുന്നതിനേക്കാൾ മുന്നേ തന്നെ അവർക്ക് വേണ്ട ഹാൾ ടിക്കറ്റ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാൽക്കുലേറ്റർ, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം, അതൊക്കെ കുറച്ച് മുന്നേ തന്നെ എടുത്തു വയ്ക്കാൻ പറയുക. കാരണം ആ പോണ സമയത്ത് ഹർബറി ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് പാരൻസ് കുട്ടീനെ ചെറിയ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ, പ്രത്യേകിച്ച് ബോർഡ് എക്സാമുകളൊക്കെ വരുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ തന്നെ നടന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ അതുപോലെ അവരോട് പ്രത്യേകം പറയുക, പരീക്ഷ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. കാരണം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചതെല്ലാം നമ്മുടെ ബ്രെയിനിൽ ഒറ്റ ടൈം ഒരു കാര്യം കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടെൻഷൻ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മറന്നു പോകും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമേ എഴുതാൻ പറ്റില്ല. അപ്പോൾ പഠിച്ചതെല്ലാം മറന്നു പോകും, ടെൻഷൻ മാത്രമായിരിക്കും ഹൈ ആയിട്ട് നിൽക്കുക. അപ്പോൾ അവരോട് പറയുക, ടെൻഷൻ അടിക്കേണ്ട, മോൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ മോൾ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പഠിച്ചത് എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ എഴുതുക, ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുക, മക്കളെ നല്ല ഹാപ്പിയാക്കി നല്ല കോൺഫിഡൻസോട് കൂടി എക്സാമിന് എഴുതാൻ വേണ്ടി വിടുക. പിന്നെ എക്സാം എഴുതാൻ പോകുമ്പോൾ എപ്പോഴും അവരോട് ടൈം എങ്ങനെയാണെന്നുള്ളത് അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമ്പോൾ തന്നെ ആ ടൈം അവർക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും എന്ത് ചെയ്യാൻ പറയുക, നല്ല നീറ്റായിട്ട് എക്സാമിന് എഴുതാൻ പറയുക. പിന്നെ കൺഫ്യൂഷൻ ഉള്ളത് വീണ്ടും കറക്കി കുത്തി എഴുതാതെ കൺഫ്യൂഷൻ ഇല്ലാത്തതിന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറയുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മാക്സിമം ഒരു പരീക്ഷ കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കീറി മുറിച്ച് പറയേ വേണ്ടെന്ന് പറയുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ നമുക്ക് എഴുതാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അപ്പോൾ അത് ടെൻഷനാവും. ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത എക്സാം വരുമ്പോൾ അതിനേക്കാൾ ബുദ്ധിമുട്ടാവും. സോ അതിനുള്ളൊരു അവസരം കൊടുക്കേണ്ട. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യാതിരിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിനെ കീറിമുറിച്ച് നോക്കാതിരിക്കുക. അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളോട് ഇതിനെപ്പറ്റി ഡിസ്കസ് ഒന്നും ചെയ്യേണ്ട, മോൻ വേഗം എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരൂ എന്നുള്ള രീതിയിൽ മോനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും കുട്ടികളോട് നല്ല രീതിയിൽ തന്നെ ടെൻഷൻ ഇല്ലാതെ അറിയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതാൻ പറഞ്ഞാൽ മതി. ഈ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് നമ്മുടെ കുട്ടി എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റും. നമ്മുടെ മക്കളുടെ ഈ ഒരു പരീക്ഷാക്കാലം സന്തോഷമുള്ളതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ
നിങ്ങൾക്ക് മെസ്സേജായി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട നമ്പർ 9961317028. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം.